അള്ളാഹു ഇല്ലാത്തൊരു ലോകം പരിചയപ്പെടുത്തി തുടങ്ങിയപ്പോഴേക്ക് ധാർമ്മികമായി നമ്മുടെ കേരളം തലകുത്തനെ നിൽക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കുക. ഇതൊക്കെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മൈത്രേയൻ, അവരുടെ തലമൂത്തൊരു നേതാവ്. ആള് പറയണ എന്താണ്? കഞ്ചാവ് അനുവദിക്കണം എന്നാണ്, ആരോഗ്യപരമായി അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാണ്. അപ്പം ഇനി സ്കൂളിലൊക്കെ ഒരു പാഠം വന്ന് കഞ്ചാവ്, എന്നിട്ട് അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് ആരോഗ്യപരമായിട്ട്. അയാൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഉപയോഗിക്കാനായിരിക്കും. കുറച്ചുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെന്താണാവുക എന്നുള്ളത് ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കുറച്ചുള്ളിൽ കയറി ഇങ്ങനെ കിറുക്ക് തുടങ്ങി, പിന്നെ മൂപ്പരെടുത്ത് വല്ല നിയന്ത്രണമുണ്ടോ? കഞ്ചാവ് ഉപയോഗിക്കണമെന്നും അത് നിയമാനുസരണം അനുവദിക്കണമെന്നും പറയാൻ മാത്രം ഇവരുടെ യുക്തിബോധം എത്തിച്ചേർന്നു. ഇത് നമ്മളെന്താ പേര് പറയാ? എന്ന് മാത്രമല്ല, സ്വന്തം മകൾക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ ഇദ്ദേഹം അയച്ചൊരു കത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ പറ്റും. മൈത്രേയൻ തൻ്റെ മകൾക്ക് അയച്ച കത്ത്, നെഹ്റു മകൾക്ക് അയച്ച കത്തുണ്ട്, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾ ജയിലിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ. അതാണ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. എത്രമേൽ നല്ല വിജ്ഞാനമാണ് അയാൾ ഷെയർ ചെയ്തത് സ്വന്തം മകൾക്ക്. നേരെമറിച്ച് ചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കൽ യുക്തിവാദം മൂത്തിട്ട് ദൈവം എന്തിനാണ്, റസൂൽ എന്തിനാണ്, ഖുർആനിൽ നല്ല ഒരൊറ്റ വാക്ക് പോലും ഇല്ല എന്നൊക്കെ കണ്ണടച്ച് പച്ചപ്പൊള്ളു പറയുന്ന ചങ്കാതി, നല്ലൊരൊറ്റ വാക്ക് പോലും ഇല്ല. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ ഇന്നലെ ഓതിയിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു. നല്ല വാക്കല്ലേ? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയുടെ 256-ാമത്തെ വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. നല്ല വാക്കല്ലേ? 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ വാക്യം, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ വ കിലാഹുമാ വലാ തകുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. മാതാപിതാക്കൾക്ക് വയസ്സായാൽ അവരെ പൊന്നുപോലെ പരിചരിക്കണം എന്നുള്ള നല്ല വാക്കല്ലേ? പക്ഷേ ഈ ചങ്ങാതി പോയത്തക്കാരൻ പച്ചക്ക് പറയണം, ഒരൊറ്റ നല്ല വാക്കുകൂടി അതിലില്ലാന്ന് ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഇളിക്കും. ആള് മോൾക്കയച്ച കത്തുണ്ട്. ഞാനത് ഈ വിശുദ്ധമായ മെഹ്റാബിൻ്റെ മുന്നിൽ വെച്ച് വിസ്തരിക്കുന്നില്ല. ഇന്ന് പോയിട്ട് സമയം കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. മൈത്രേയൻ മോൾക്കയച്ച കത്ത്. പ്രായം തേഞ്ഞു, ഇനി ആവശ്യമുള്ളവളൊപ്പം ഈ എന്താ ചെയ്തോന്നാണ്, കള്ളുടിക്കണമെങ്കിൽ കുടിച്ചോന്നാണ്, നിനക്ക് ആണിനോടൊപ്പം പെണ്ണിനോടൊപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോന്നാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒന്നിലധികം ആണോ പെണ്ണൊക്കെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തോളൂ എന്നാണ്. നെഹ്റു ഇന്ത്യക്കച്ച കത്ത് ഇന്ത്യയുടെ കണ്ടെത്തലായി മാറി. നമ്മളൊക്കെ മക്കൾക്ക് വായിക്കാൻ കൊടുക്കേണ്ട, വാങ്ങിക്കൊടുക്കേണ്ട, ഇത് നിർബന്ധമായും വായിച്ചിരിക്കണമെന്ന് പറയേണ്ട കനമുള്ള അമൂല്യമായൊരു വിജ്ഞാന ഗ്രന്ഥമായി മാറി. ഇയാളയച്ചതോ ഇക്കൊലത്തിലുമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? അള്ളാഹു വേണ്ട, പരലോകം വേണ്ട, ഈ വിചാരം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇതുപോലെയാണ് ബാക്കിയുള്ളതെല്ലാം. മതത്തിൻ്റെ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനെ കുറിച്ച് ഞാൻ ഇന്നലെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം. ഖുർആൻ അതിൻ്റെ ആധികാരികതയ്ക്ക് തെളിവായി 4-ാം അധ്യായം സൂറത്തു അന്നിസാഇൻ്റെ 82-ാമത്തെ വാക്യത്തിൽ ഫലൂകാന മിൻ ഇൻദി ഗൈരില്ലാഹി വജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹുവിൽ നിന്നല്ല ഖുർആനെങ്കിൽ നിരവധിയായ വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു എന്ന് പറയുന്നു. 604 പേജുള്ള ദീർഘമായൊരു പുസ്തകം എല്ലാവരുടെ മുമ്പിലും അതുണ്ട്. 23 വർഷത്തെ ദീർഘമായ പീരീഡിനിടക്ക് പലപ്പോഴായി അവതരിച്ച വാക്യങ്ങളുടെ സമാഹാരമാണത്. പല സങ്കീർണ സന്ദർഭങ്ങളിൽ പോലും. ഇതിൻ്റെ രണാങ്കളത്തിൽ അള്ളാൻ്റെ റസൂൽ ഒരു വഫാത്തായി എന്ന് കേട്ടപ്പോൾ തെറ്റിദ്ധാരണയുടെ ഫലമായി സഹാബിവര്യന്മാരെല്ലാം അവിടുത്തെ വിട്ട് ഓടിപ്പോവുകയും ഏതാനും വിരലിലൊന്നാവുന്ന സഹാബിമാർ മാത്രം യുദ്ധക്കളത്തിൽ ശേഷിക്കുകയും ശത്രുക്കളുടെ മധ്യ അള്ളാഹുവിൻ്റെ റസൂൽ ഒറ്റപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലാണ് സൂറത്തു ആലിമ്രാനിൻ്റെ 144-ാമത്തെ വാക്യം അവതരിക്കുന്നത്. മക്കാന മുഹമ്മദുൻ നബാഹദിമിർ മക്കാന വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാ തൗഖുതില ഖലബതും അലാ അഖാബിക്കും. ഇത്ര സങ്കീർണമായ സന്ദർഭത്തിൽ പോലും ഖുർആൻ അവതരിച്ചിട്ട് അതിലൊരു വാക്ക് പോലും അള്ളാഹിൻ്റെ റസൂൽ എഴുതി വെക്കാതിരുന്നിട്ട് എല്ലാ ദിവസവും രാവിലെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇതിന് വിരുദ്ധമായ മറ്റൊന്ന് പറയാതിരിക്കണം എന്നൊക്കെ കരുതിയിട്ട് തയ്യാറായി വരാൻ ഒരു സംവിധാനവും സൗകര്യവും ഇല്ലാഞ്ഞിട്ട് 23 വർഷം കൊണ്ട് മുത്ത് റസൂൽ അവതരിപ്പിച്ച ഖുർആൻ വാക്യങ്ങളിൽ ഒന്നുപോലും മറ്റൊന്നിന് വിരുദ്ധമല്ല. മഹാത്ഭുതമല്ലത്.
നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഈ റമദാൻ 1-ാം തീയതി നമ്മളെന്തൊക്കെ പറഞ്ഞു നമുക്ക് ഓർമ്മ ഉണ്ടാവും. റമദാൻ 1-ാം തീയതി 14-13 ദിവസമല്ലേ ആണല്ലോ. ഈ ജനുവരി 1-ാം തീയതി നമ്മളെന്താ പറഞ്ഞത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. 23 വർഷത്തെ ദീർഘ പീരീഡിനിടയ്ക്ക് അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 604 പേജിൽ വിസ്തരിച്ചു പറഞ്ഞ വാക്യങ്ങളിൽ ഒന്നുപോലും മറ്റൊന്നിനോട് വിരുദ്ധമല്ല. തുറന്നു വെച്ച് പരിശോധിച്ചുകൂടെ? എന്നിട്ട് ഇതിനോട് വിരുദ്ധാന്നൊന്ന് തെളിയിച്ചുകൂടെ? ആരോപണം പറയാൻ കഴിയും, വസ്തുതാപരമായി വിരുദ്ധ എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യനും സാധ്യമല്ല. ചിലതൊക്കെ വിരുദ്ധാറിന് വരും. അപ്പോൾ ആ ഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പഴക്കണതായിരിക്കും. ഖുർആൻ്റെ ആധികാരിക തെളിവായി 2-ാം അധ്യായത്തിൻ്റെ അൽ-ബഖറയുടെ 23-ാമത്തെ വാക്യത്തിൽ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉറക്കെ പറയാൻ അള്ളാഹു ഏൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വലൗ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. അള്ളാഹുവിൻ്റെ റസൂലിന് അവതീർണമായ ഖുർആനിൽ നിങ്ങൾക്ക് സംശയം വരുന്നുവെങ്കിൽ, നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, അത് റസൂൽ അവരുണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിലൊരധ്യായത്തിന് തുല്യം ഒരധ്യായം കൊണ്ടുവരുമെന്ന്. ഇതുവരെ അറബി പണ്ഡിതന്മാരാകുന്ന നിരവധി ഇസ്ലാം വിരുദ്ധരാകുന്ന വിമർശകരാകുന്ന ഓറിയൻ്റലിസ്റ്റുകൾ ജീവിച്ചിട്ടും ഇപ്പോഴും നമ്മുടെ അറബി കോളേജുകളിലും ദർസുകളിലും അറബി ഭാഷ പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അൽമുഞ്ചിദ് എന്ന് പറയുന്ന അറബി നിഘട്ടു, ഇത്ര തടിച്ച പുസ്തകം എഴുതിയത് ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതനായ ഫാദർ ലൂയിസ് ആയിട്ടും. അയാളെ പോലുള്ള എത്ര നല്ല അറബി പഠിച്ച പണ്ഡിതന്മാരുണ്ടായി. ആരെങ്കിലും ഖുർആനിലെ അൽ-ബഖറ പോലെയുള്ള 3 ജുസ്ഓളം നീണ്ടു നിൽക്കുന്ന അധ്യായം വേണ്ട, ഒരൊറ്റ വരിയിൽ തീരുന്ന 3 വാക്യം മാത്രമുള്ള സൂറത്തുൽ കൗസറിന് പകരം ഒന്ന് കൊണ്ടുവരായിരുന്നത് എന്തുകൊണ്ടാണ്? കൊറോണക്കാലത്ത് സൂറത്ത് കോവിഡ് എന്നും പറഞ്ഞിട്ട് ജീലി എന്ന് പറയുന്ന അൾജീരിയക്കാരനാകുന്ന ഒരു തലതിരിഞ്ഞ വ്യക്തിവാദി ഒരു സൂറത്ത് കൊണ്ടുവന്നിരുന്നു. അതിനെ പുരസ്കരിച്ച് നമ്മുടെ നാട്ടിലൊരുത്തൻ ഇതേ വെല്ലുവിളി സ്വീകരിച്ചു എന്നും പറഞ്ഞ് പ്രസംഗം നടത്തിയിരുന്നു. പിന്നെ മൂപ്പരെ കാണാനില്ല, മൂപ്പരുടെ യൂട്യൂബിൽ ആ പ്രസംഗം കാണാനില്ല. അതിന് ഇസ്ലാമിക ലോകത്ത് നിന്നും മറുപടി വന്നതോടുകൂടെ, മറുപടിയുടെ മാലപ്പടക്കം പടപടാ വന്നതോടുകൂടെ പിന്നെ മൂപ്പരുമില്ല, മൂപ്പരുടെ ആ സൂറത്തുമില്ല. ഒന്ന് ഖുർആനിൻ്റെ സാഹിത്യ ചോരണമാണത്. അൽ കോവിദ് വൽ ഫൈറൂസിൽ മുബീദ് ബൽ അജബു അൻ ജാഅഹും മിനസ്സീനിൽ ബഈദ് വഖാലൽ കാഫിറൂന ഹാദാ മർളുൻ അതീദ് കല്ലാ ബൽ ഹുവൽ മൗത്തുൽ അകീദ്. ഇതൊക്കെയാണ് ആ സാധനം. ഒന്ന് സാഹിത്യ ചോരണം. ഖുർആനിൻ്റെ ലോകത്തിന് ഖുർആൻ സമർപ്പിച്ച പ്രത്യേകമായൊരു സാഹിത്യ രീതിയുണ്ട്, അതിൻ്റെ കോപ്പിയടി. നമ്മളെ മലയാളത്തിലൊക്കെ പാട്ടുകൾ ഉണ്ടാവില്ലേ, നമ്മൾ രീതി കാഫുമല കണ്ട പൂങ്കാറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഖുർആൻ്റെ രീതി കട്ടെടുത്തിട്ടുള്ള അവതരണം. അതോടുകൂടി അതിൻ്റെ കഥ കഴിഞ്ഞു. ഒന്ന്. രണ്ടാമതായി വൽ കോവിദ്, അതൊന്ന് അർത്ഥം വെച്ച് നോക്കൂ നിങ്ങൾ. കോവിഡാണേ സത്യം. വൽ ഫൈറൂസിൽ മുബീദ്, നാശകാരിയാകുന്ന വൈറസാണേ സത്യം. വല്ലജ്ബു അൻ ജാഅഹും മിനസ്സീനിൽ ബഈദ്, ദൂരത്തുള്ള ചൈനയിൽ നിന്ന് ഇത് വന്നതിൽ അവരൊക്കെ അത്ഭുതപ്പെടുന്നു. ഈ ആയത്ത് ചൈനക്കാരെങ്ങനെ ഓതുക? ദൂരല്ലല്ലോ അവരുടെ ചൈന, ഓരോ നാടല്ലേ. ഇന്ത്യക്കാരെങ്ങനെ ഓതുക? നമ്മുടെ അയൽവാസിയല്ലേ ചൈന. വഖാലൽ കാഫിറൂൻ, ആരാ കാഫിർ? യുക്തിവാദി അനുസരിച്ച്, യുക്തിവാദിയുടെ ആദർശം അനുസരിച്ച് കാഫിർ ആരാ? അതൊന്ന് നിർവചിക്കണ്ടേ. ആദാ മറന്നുൻ അതീദ്, ഇതൊരു വമ്പിച്ച രോഗമാണെന്ന് കാഫിരീങ്ങൾ പറഞ്ഞു. കല്ല, അവർ പറഞ്ഞത് ശരിയല്ല. പിന്നെ ബൽ ഹുവൽ മൗത്തുൽ അകീദ്, അത് ഉറപ്പിച്ച മരണമാണ്. കൊറോണൻ്റെ തുടക്കത്തിലൊക്കെ ചാനലിലൊക്കെ ഇങ്ങനെ അയാൾ അവിടെ വന്നു, അയാൾ കോഴിക്കോട് ഇറങ്ങി, എന്നിട്ട് മൂത്രയിക്കാൻ പോയി, അവിടെ ആരോടൊക്കെയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര തൊട്ടോ ചത്തു എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രചാരണം നടക്കുമ്പോഴാണ് മൂപ്പരാളി സുഹൃത്ത് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത് കൊറോണ പിടിച്ചാൽ ഉറപ്പിച്ച മരണം എന്ന്. പിന്നീട് എന്ത് സംഭവിച്ചു? കൊറോണ ബാധിച്ചവരിൽ 1% പോലും മരിച്ചില്ല. മരിച്ചവർ തന്നെയും ന്യൂമോണിയ കൊണ്ടാണോ കൊറോണ കൊണ്ടാണോ എന്ന് ഇപ്പോൾ പോലും തീരുമാനമായിട്ടില്ല. ഈ അടുത്തം കണ്ടായോന്നറിയില്ല, ഏകദേശം മുന്നൊന്നും ആയിട്ടില്ല. പക്ഷേ ജീലിക്ക് എന്തേ പറയാൻ പറ്റിയേ? അൽ മൗത്തുൽ അക്കീദ്, അത് ഉറപ്പിച്ച മരണമാണ്. ഇതെന്തുകൊണ്ടാണ്? ജീലുണ്ടാക്കിയത് കൊണ്ടാണ്. അവസാന സദക്കൽ ജീലിയുൽ അളീം എന്ന് പറയുന്നുണ്ട്. ഓൻ വലിയ സത്യ പറഞ്ഞത്, ഇജ്ജാതി പോയത്തം മൊത്തം എഴുതി കൂട്ടിയിട്ട് വലിയ സത്യ പറഞ്ഞത് മൂപ്പരാൾ അതിൻ്റെ അവസാനം പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലെ 3 സൂക്തം മാത്രമുള്ള ഇന്നാഴ്ത്തേനാക്കൽ കൗസർ ഇറങ്ങിയ സമയത്ത് വലിയ സാഹിത്യകാരന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അതിനൊരു മറുകുറി ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. അവസാനം 1 വർഷത്തെ ഗ്യാപ്പാണ് അവരതിന് ചോദിക്കുന്നത്. ആ 6 മാസം കഴിഞ്ഞപ്പോഴാണ് യാദൃച്ഛികമായി സൂറത്തുർ റഹ്മാൻ അവർ പരിചയപ്പെടുന്നത്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്.
ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? പരിശുദ്ധ ഖുർആനിലെ പ്രവചനങ്ങളെ കുറിച്ച് തടിച്ച കിതാബുകളുണ്ട്. എങ്ങനെയാണ് നിരക്ഷരരാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലെന്ന് തോന്നുന്ന പ്രവചനങ്ങൾ നടത്താനും അത് കൃത്യമായി സംഭവിക്കാനും കഴിയണത്? വേഗം മനസ്സിലാക്കാൻ, തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബ് നശിച്ചിരിക്കുന്നു, വതബ്ബ, അത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പ്രവചിക്കുകയാണ്. അബൂ ലഹബ് ജീവിച്ചിരിക്കുന്ന കാലാണ്. ആ ചങ്ങാതിക്ക് മുസ്ലിമായിട്ട് അഭിനയിച്ചൂടായിരുന്നോ? നോക്കുങ്ങൾ, ഖുർആൻ പറഞ്ഞു അബൂ ലഹബ് നശിച്ചു, അത് സംഭവിച്ചു കഴിഞ്ഞു. ഈ പ്രവചനത്തെ പൊളിക്കാൻ വേണ്ടി അയാൾക്ക് മുസ്ലിമായി അഭിനയിച്ച് മുനാഫിക്കായിട്ട് ആണ് മരിച്ചുപോയ പോരെ? പക്ഷെ അയാൾക്ക് അതിന് സാധിച്ചു? വേണ്ട. വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്തബ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവളും നശിച്ചു എന്ന് ഖുർആൻ പറയുന്നു. ഈ പെണ്ണിനെങ്കിലും ഉമ്മു ജമീലേക്കെങ്കിലും ഇസ്ലാമിലേക്ക് ഞാൻ വന്നു എന്നും പറഞ്ഞ് വന്നിട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ നശിച്ചു എന്ന് പറയാൻ പറ്റുമോ? അബൂ ലഹബ് ഇസ്ലാം സ്വീകരിച്ചു എന്നാകൊരു പ്രചാരണം വരുന്നു, അയാൾ ഇസ്ലാമിൽ പിന്നെ വരുന്നു, അയാൾ ഇങ്ങനെ നടക്കണ്, അയാൾ നിസ്കരിക്കണ്, നോമ്പെടുക്കണ്. ഉള്ളുകൊണ്ട് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ. ഈ പ്രവചനത്തെ, ഖുർആനിനെ കണ്ണിലെണ്ണയിട്ട് എന്തെങ്കിലും ഒരു വിമർശനം നടത്തി തോൽപ്പിക്കാൻ പറ്റുമെന്ന് എല്ലാ സാഹിത്യ വല്ലഭന്മാരും കഠിനാധ്വാനം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ എന്തേ അബൂ ലഹബിനോ അബൂ ജഹലിനോ ഉത്തുബയ്ക്കോ ഷൈബക്കോ അന്നുള്ള രാക്ഷസന്മാരാകുന്ന ബുദ്ധി വൈഭവമുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഒന്ന് തോന്നി അബൂ ലഹബിനെ പറ്റി ഇങ്ങനെ പ്രവചനം നടത്തി ആൾ നശിച്ചിരിക്കുന്നു എന്ന്? നമുക്ക് മൂപ്പരൊന്ന് കുളിപ്പിച്ചൊരുക്കി ഇസ്ലാമാക്കാം. ശരിക്കും ഇസ്ലാമാവൊന്നും വേണ്ട. പക്ഷേ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ആ പ്രവചനം അതോടെ തെറ്റുമായിരുന്നു. പക്ഷെ അബൂ ജഹലിൻ്റെ ജീവിതം പിന്നെയും കുറേ കാലം ഉണ്ടായിട്ട് സാധിച്ചോ? അതിന് സാധ്യമായില്ല. അയാൾ എങ്ങനെ മരിച്ചു? വയറ് വീർത്ത് പൊട്ടി മരിച്ചു. ദുർഗന്ധം കൊണ്ട് പരിസരത്തേക്ക് പോകാൻ പറ്റിയില്ല. മൂക്കിൻ്റെ പാലം പൊട്ടണ ദുർഗന്ധം വന്നു. എങ്ങനെയും ഇതൊന്ന് കുഴി മൂടണ്ടേ? അവർ ദൂരെ കുഴി കുഴിച്ചു. ദൂരെ, അടുത്തേക്ക് പോകാൻ വയ്യ, മൂക്കിൻ്റെ പാലം പൊട്ടും. പിന്നെ വലിയ കോലെടുത്ത് കെട്ടി വലിയ കോലുണ്ടാക്കി. അതുകൊണ്ട് തോണ്ടി ആ സാധനം കുഴിയിലേക്ക് തട്ടിയിട്ടു. ഇനി കുഴി മൂടലെങ്ങനെ? കൈക്കോട്ടേറ്റ് അടുത്തെല്ലാം പറ്റുമോ? അല്ലാ, തലച്ചോറ് കലങ്ങിപ്പോവും, അജാതി ദുർഗന്ധം. അവർ ദൂരന്ന് കല്ലെറിഞ്ഞ് അവരാ കുഴി മൂടി. ഓ, എങ്ങനെ നശിച്ചു അയാൾ! മാനം കെട്ട് ദുർഗന്ധം കൊണ്ട് കൂട്ടുകാർക്ക് പോലും ഒന്ന് അടുത്ത് ചെല്ലാൻ പറ്റാത്ത വിധം അയാൾ നശിച്ചു പോയി. ഈ പ്രവചനം പൊളിക്കാൻ എത്ര സുഖമുണ്ടായിരുന്നു! അബൂ ലഹബിന് മുസ്ലിമായി അഭിനയിച്ചാൽ മാത്രം മതിയായിരുന്നു. സാധിച്ചു അയാൾക്ക്. എന്തുകൊണ്ട്? അത് സർവകാലത്തെയും കൃത്യമായി അറിയുന്ന റബ്ബിൻ്റെ വാക്കാണ്, തബ്ബത് അബീ ലഹബ്. അവിടെ തന്നെ 3-4 പ്രവചനമുണ്ട്, വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. വംറഅതുഹു, ആളുടെ ഭാര്യ എന്ന് പറയുന്നതിന് പകരം ഉസ്റത്തുഹു എന്ന് പറഞ്ഞുകൂടാ, അയാളുടെ കുടുംബം എന്ന്, അഹ്ലുഹു എന്ന് പറഞ്ഞുകൂടായിരുന്നു. കാരണം അയാളുടെ 2 മക്കളായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട 2 മക്കളെ കല്യാണം കഴിച്ചത്. ഈ ആയത്തിറങ്ങിയോടുകൂടെ അവർ വന്ന് റസൂലിൻ്റെ മുമ്പിലേക്ക് ഭാര്യമാരെ തള്ളി. ഒരു പിതാവിന് സഹിക്കാൻ പറ്റുന്ന എല്ലാ പരീക്ഷണവും മുത്ത് റസൂൽ സഹിക്കണമെന്ന് റബ്ബിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം മക്കൾ ഈ വിവാഹമോചിതകളാവുമ്പോൾ പിതാവിന് അനുഭവിക്കുന്ന ആ ഒരു വിഷമം കൂടി അള്ളാഹിൻ്റെ റസൂൽ അതുവഴി സഹിച്ചു. റസൂലിനെ ആക്ഷേപിച്ച് പറഞ്ഞു, അതിൽ ചെറിയ ആള്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബം മിൻ കിലാബിക, ഒരു ഇൻസ്ര ജന്തുവിനെ ഇദ്ദേഹത്തിന് മേലിൽ നീ അധികാരം ഏൽപ്പിക്കണമെന്ന് ദ്വാർന്നു. ആ യാത്രയിൽ ഈ ചങ്ങാതി മരിച്ചു, സിംഹം പിടിച്ചിട്ട്. പിന്നെ 2 മക്കളുണ്ട്. റസൂലിനെ അത്രമേൽ ഉപദ്രവിച്ച് റസൂലിൻ്റെ മുന്നിലേക്ക് സ്വന്തം മക്കളെ തലാക്കും ചൊല്ലിയിട്ട് വാപ്പാനാക്ഷേപിച്ച് സൂറത്തിറക്കിയല്ലേ എന്നും പറഞ്ഞ് കൊണ്ടുപോയി ഉപേക്ഷിച്ച ഈ ടീമിനെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് അവരുടെ ഉമ്മ ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറയുന്നതിന് പകരം ഉസ്റത്തുഹു, അവരുടെ കുടുംബവും നശിച്ചു എന്നോ, അഹ്ലുഹു, അവരുടെ കുടുംബം ഒന്നിച്ച് നശിച്ചു എന്നോ ഒക്കെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂറത്തുൽ മസദിൽ പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞതെങ്ങനെയാണ്? തെരഞ്ഞു പിടിച്ചിട്ട് അബൂ ലഹബ് മരിച്ചു, അയാളുടെ ഭാര്യയാകുന്ന ഹമ്മാലത്തുൽ ഹത്തബാകുന്ന ആ പെണ്ണും നശിച്ചു എന്നാണ്. എന്തുകൊണ്ട് മക്കളെ കുറിച്ച് പറഞ്ഞില്ല? എത്ര സുഖമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. പ്രത്യേകിച്ച് പെണ്ണ് ചെയ്തതിനേക്കാളൊക്കെ ദ്രോഹം സ്വന്തം മക്കളെ അള്ളാൻ്റെ റസൂലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി തള്ളിടുക എന്ന് മാത്രമല്ല, ആക്ഷേപിച്ച് പറഞ്ഞു പോകുന്ന ഈ ടീമിന് കൂടെ കൂട്ടിയിട്ട് അയാളുടെ കുടുംബവും നശിച്ചു എന്ന് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനത്തിലൂടെ പരിശുദ്ധ ഖുർആൻ അവതരിച്ചില്ല? നമുക്ക് കൗതുകം തോന്നും. ഇത് നുബുവത്തിൻ്റെ ഏകദേശം ഫസ്റ്റിലാണ്. ഈ സംഭവം നടക്കുന്ന നുബുവത്തിൻ്റെ ഫസ്റ്റിലാണ്.
എന്നുവെച്ചാൽ റസൂലുള്ളാഹി ആദ്യമായി സഫാ കുന്നിൽ കയറിയിട്ട് തൗഹീദിന്റെ പ്രവചനം നടത്തിയപ്പോഴാണ് അലിഹാദ ജമാഅത്തന തബ്ബല്ലക്ക എന്നൊക്കെ അബൂലഹബ് പറയണത്. കുരുത്തം കെട്ടവനെ ഇതിനാ ഞങ്ങളവിടെ വിളിച്ചു വരുത്തിയത്. അസമയത്താണ് തബ്ബത്ത് യദാ അബീ ലഹബ്, അബൂലഹബ കുരുത്തം കെട്ടവൻ എന്നുള്ള ആയത്ത് ഇറങ്ങുന്നത്. പിന്നീട് അങ്ങകലെ മക്കം ഫത്ഹിന്റെ അന്ന് അപ്പോഴേക്കും എത്ര വർഷമായി എന്നറിയോ? ഏകദേശം 10, 21, 22 വർഷമായി. ഈ 2 മക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നെങ്ങാനും വ ഉസ്റത്തുഹു, അബൂലഹബിൻ്റെ കുടുംബം, വ അഹ്ലുഹു വ ആലുഹു എന്ന് ഇവരെ കൂടെ ഉൾക്കൊള്ളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആ ആയത്ത് വെറുതെ പ്രവചനം തെറ്റിയിട്ട് നമുക്ക് ഓതാനോ പരസ്യമാക്കാനോ പറ്റാത്തൊരവസ്ഥ വരുമായിരുന്നു. പക്ഷെ ആയത്തിറക്കിയത് റബ്ബാണ്, എല്ലാം അറിയുന്ന തമ്പുരാനാണ്. മഹാദാ ഖൗലുൽ ബഷർ, അതൊരിക്കലും മനുഷ്യവചനമേ അല്ല. അതുകൊണ്ട് അമ്മാനത്തുൽ അതബ് എന്ന് മാത്രം പറഞ്ഞു, അബൂലഹബിൻ്റെ കുടുംബത്തെ തീരെ പരാമർശിച്ചില്ല. പരിശുദ്ധ ഖുർആൻ അനന്തമായ വിജ്ഞാനത്തിൻ്റെ ഒരു അക്ഷരസാഗരമാണ്. ഹദീസുകൾ അതുപോലുള്ള മറ്റൊരു വലിയ സംഭവമാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസം നോക്കിയാലും, ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നോക്കിയാലും, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നോക്കിയാലും എല്ലാം 100% പെർഫെക്റ്റാണ്. അതുകൊണ്ട് ഇസ്ലാം അഭിമാനമാണ്. അതുകൊണ്ട് ഇസ്ലാം മാത്രം ആഖിറത്തിൽ വിജയിക്കാൻ സ്വീകരിക്കാൻ പറ്റുന്ന ദർശനമാണ്. ഇത് വർഗീയതൊന്നുമല്ല. വർഗീയത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശം ശരിയാണെന്ന് പറയലല്ല, മറിച്ച് മറ്റുള്ളവരെ സമ്മതിക്കൂല ഞങ്ങൾ എന്ന് പറയലാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കലാണ്. ഇസ്ലാം അഭിമാനമാണെന്ന് ഉറക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് ഉറക്കെ പറയുന്നവർ, സുമ്മസ്തഖാമു, പിന്നെ ആദർശത്തിൽ ഏത് പ്രലോഭനവും പ്രകോപനവും നേരിട്ടാലും ഉറച്ചു നിൽക്കുന്നവർ, തനസ്സലു അലൈഹിമുൽ മലായിക, അവർക്ക് മലാക്കമാർ അവതരിച്ചു കൊണ്ടിരിക്കും. അലാ തഖാഫു വലാ തഹസനു, ടെൻഷൻ അടിക്കരുത്, ഭയപ്പെടരുത്. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഞങ്ങൾ നിങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുമെന്നും പറഞ്ഞ് മലാക്കമാർ അവതരിക്കുമെന്ന് ഖുർആൻ പറയുന്നത്. ഈ ഒരു ആദർശധാരയിൽ 100% വിശ്വാസപൂർവം ചേർന്ന് നിൽക്കാൻ, ദീനിനെക്കുറിച്ച് പിന്നെയും പഠിക്കാൻ, വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ തോണ്ടിക്കളിക്കുന്ന സമയം ആധികാരികമായ സ്രോതസ്സിൽ നിന്ന് ദീനിനെ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികൾ ഒന്നുകൂടെ ജാഗരൂകരാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നോമ്പ് തീർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ബോധം വേണം. മമന ഗസാലി തങ്ങൾ ഹിയാലുമുദ്ദീലൊക്കെ പറയണ നോമ്പ് എന്ന് പറഞ്ഞാൽ കണ്ണ്, കാത്, കാല്, നമ്മുടെ ഒരവയവം കൊണ്ടും ഒരു തെറ്റും ചെയ്യാത്ത നോമ്പാണ്. അപ്പോഴാണ് ഖുർആൻ നോമ്പിൻ്റെ ഫലം എന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞ സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ വാക്യത്തിലുള്ള ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. തീർന്നുകൊണ്ടിരിക്കണ്. 2 ദിവസം കൊണ്ട് പകുതിയാവും. പിന്നെ ബദരീങ്ങളാണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിങ്ങിൻ്റെ 10ലേക്ക് കയറും. അതിൻ്റെ മുന്നേ ഖുർആനോത്ത് തീർക്കണം. കൂടുതൽ ഊർജ്ജസ്വലരാവണം. ഞാൻ ഇന്നലെ NN കക്കാടിൻ്റെ സഫലമി യാത്രയിലൊരു വരി ഓതി ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. വരും കൊല്ലം ആരെന്നും എന്തെന്നും എന്നാർക്കറിയാം. അവസാനം അയാൾ അങ്ങനെ തന്നെ പറയണത് അല്ലേ? കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണവും വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും. അപ്പം ആരൊക്കെ എന്തൊക്കെയെന്നാർക്കറിയാം. അടുത്ത കൊല്ലം റമദാൻ വരുമ്പോൾ ആരൊക്കെ എന്തൊക്കെയെന്നാർക്കറിയാം. ലോകം എന്തെന്ന് ആർക്കറിയാം. അതുകൊണ്ട് എത്തിച്ചേർന്ന ഈ അസുലഭമായ സന്ദർഭത്തെ ഗംഭീരമായി ഉപയോഗപ്പെടുത്തി പ്രാർത്ഥന കൊണ്ടും തൗബ കൊണ്ടും ഖുർആനോത്ത് കൊണ്ടും ദിക്ർ കൊണ്ടും. രാത്രിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് സമയം കളയാനുള്ളതല്ല. റമദാൻ്റെ രാത്രിയെക്കുറിച്ച് ലയാലിഹ അൻവറു മിനൽ അയ്യാം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. രാത്രിക്കാണ് പകലിനേക്കാൾ പ്രഭയുള്ളത് എന്നാണ്. അങ്ങനെ അനുനിമിഷം ഉപയോഗപ്പെടുത്തി റമദാൻ കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു അർത്ഥത്തിൽ ഈ ഒരു റമദാനിൻ്റെ ഫലമായി മറ്റെല്ലാ നോമ്പുകളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ.